നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ നമ്മളെല്ലാം നമസ്കരിക്കുന്നവരാണ്. ചുരുങ്ങിയതൊരു ദിവസം 17 തവണ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അതിൽ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ വഴി എനിക്ക് നീ കാണിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. ഐ ദുല്ലന, ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ദുല്ലന, ഞങ്ങളെ നീ വഴികാട്ടണേ. വവഫിഖ്ന യാ അല്ലാഹ്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ, ശക്തിയും താങ്ങും നീ ഞങ്ങൾക്ക് നൽകണേ എന്നാണ്. ലിസുലൂകി ഹാദ സിറാത്തൽ മുസ്തഖീം, നേരിന്റെ ചൊവ്വായ വഴി, നേരായ വഴി പിന്തുടരാൻ അതിനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണേ എന്നതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിന്റെ വിശദീകരണം പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വത്തബഅ, അത് പിന്തുടരാൻ, നേരിന്റെ വഴിയിലൂടെ പിന്തുടരാനുള്ള തൗഫീഖ്, അതിനുള്ള ശക്തി നീ എനിക്ക് നൽകണേ എന്നതാണ്. സൂറത്ത് അൻആമിലെ 153-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണലാരുണ്യത്തിൽ ഒരു വര വരച്ചിട്ട് സഹാബികളോട് പറഞ്ഞത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് ചൊവ്വായ നേരായ വഴി. ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിന്തുടരണം. അപ്പൊ നേരിന്റെ വഴി പിന്തുടരുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഒരു തൗഫീഖാണ്. അള്ളാഹു പറയാണ് ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിന്തുടരണം. വലാ തത്തബിഉസ് സുബുല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് വര വരച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വരകളെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്തുടരാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലി, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നേരിന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ വഴി തെറ്റിപ്പോകും. നേരിന്റെ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കാൻ നിങ്ങൾ മറന്നുപോകും. നിങ്ങൾ ളലാലത്തിന്റെ വഴിയിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻആമിലെ 153-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത് മക്കയുടെ മണ്ണിൽ ഒരു വര വരച്ചിട്ടാണ് സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തത്. ഈ നേരിന്റെ വഴിയുണ്ടല്ലോ, സിറാത്ത് മുസ്തഖീം, വഹുവ ദീനുല്ലാഹി അല്ലദീ റളിയഹു ലിഇബാദി, അതാണ് അല്ലാഹു നമുക്ക് തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ചു തന്ന അല്ലാഹുവിന്റെ ദീൻ. അല്ലാഹുവിന്റെ ദീനാണ് ആ സിറാത്തുൽ മുസ്തഖീം. വലാ യർദാ ലഹും ദീനൻ സിവാ, ഇതിനു പുറമെയുള്ള, ഇത് കൂടാതെയുള്ള ഒരു ദീനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമല്ല, അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയില്ല എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ ആണ് നീ ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്. ഐ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, 4 വിഭാഗമാണ് ഹിദായത്ത് ലഭിച്ചവർ. ഒന്ന് നബിമാരാണ്, നമ്മൾ എത്ര പരിശ്രമിച്ചാലും ആ ദർജയിലേക്ക് ഇനി എത്തൂല, ആ ഡോർ ക്ലോസ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരിൽ ഉൾപ്പെടാം. വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാർ. അതായത് അള്ളാഹുവിന്റെ ദീനിൽ ഒരുമിച്ച് നിൽക്കുന്നവർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവർ എത്ര നല്ല കൂട്ടുകാരാണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. മൻ ജമഉ ബൈനൽ ഇൽമി നാഫിഇ വൽ അമലി സ്വാലിഹ് ഫഇന്നൽ മുൻഅമ അലൈഹിം ഹും അഹ്ലുൽ ഇൽമി വൽ അമൽ. എന്നിട്ട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, അതിന്റെ വിശദീകരണം നമ്മൾ അറിയണമല്ലോ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ നീ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ വഴിയിൽ, നാഫിയായ ഇൽമിന്റെ വഴിയിൽ, ഉപകാരപ്പെടുന്ന ഇൽമിന്റെ വഴിയിൽ, സ്വാലിഹായ കർമ്മങ്ങളുടെ വഴിയിൽ മൻ ജമഉ, ആരാണോ ഒരുമിച്ചത്,
നാഫിയായ ഇൽമു, ഉപകാരപ്പെടുന്ന ഇൽമും അതുപോലെ തന്നെ സ്വാലിഹായ കർമ്മങ്ങളും ചെയ്യുന്ന വഴിയിൽ ആരാണോ ഒരുമിച്ച് കൂടിയത് അവരാണ് അള്ളാഹുവിന്റെ പിന്നെ അനുഗ്രഹം ലഭിച്ച ആളുകൾ, അവരാണ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹു ഇഷ്ടപ്പെട്ടവർ അവരാണ്. ഫൈനൽ മുൻഅമ അലൈഹിം ഹും അഹ്ലുൽ ഇൽമി വൽ അമൽ. ദീന് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നവരും അത് പഠിച്ചതിനനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരുമാണ് അള്ളാഹുവിന്റെ പിന്നെ അനുഗ്രഹം ലഭിച്ചവർ എന്നതാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്താണ് അങ്ങനെ വിശദീകരണം കൊടുക്കാനുള്ള കാരണം? ഗൈരിൽ മഗ്ദൂബി അലൈഹിം. നമ്മുടെ പ്രാർത്ഥനയാണ്, നിന്റെ കോപത്തിനിരയായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹ് നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, നിന്റെ കോപത്തിനിരയായവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. വഹും അൽ യഹൂദ്. അവരാരാണ്? അള്ളാഹുവിന്റെ കോപത്തിനിരയായ ആളുകൾ യഹൂദികളാണ്, ജൂതന്മാരാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ മുസ്ലിം ഉമ്മത്ത് പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ജൂതന്മാർ, മുസ്ലിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെ, ഇസ്രായേലരായ ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലുള്ള മക്കൾക്കും അവിടത്തെ ആളുകൾക്കുമെല്ലാം സൗഖ്യവും സമാധാനവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ കോപത്തിനിരയായ ആളുകൾ വഹും അൽ യഹൂദ്. അവർ യഹൂദികളാണ്. വമൻ സലക നഹ്ജഹും. യഹൂദികൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. ആ യഹൂദികളുടെ പാതയിലൂടെ ആരെല്ലാം പിന്തുടർന്നിട്ടുണ്ടോ അവരെല്ലാം അള്ളാഹുവിന്റെ കോപത്തിനിരയായ അഥവാ ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന ആ ഒരു വചനത്തിൽ ഉൾപ്പെട്ടവരാണ്. മിമ്മൻ യഅലമുൽ ഹഖ. എന്നിട്ട് വിശദീകരിക്കുകയാണ്, ആരാണ് യഹൂദികൾ? അള്ളാഹുവിന്റെ കോപത്തിനിരയായവർ ആരാ? അവർ യഥാർത്ഥ സത്യം മനസ്സിലാക്കിയവരാണ്, ഹക്ക് മനസ്സിലാക്കിയവരാണ്. പക്ഷേ വലാ യഅമലു ബിഹി. ആ ഹക്കനുസരിച്ച് അവർ ജീവിച്ചില്ല എന്നുള്ളതാണ്. ഹക്കനുസരിച്ച് ജീവിച്ചില്ല, അതാണ് യഹൂദിയുടെ തെറ്റ്. അതുകൊണ്ടാണ് യഹൂദിക്ക് എന്ത് ചെയ്തത്? അള്ളാഹുവിന്റെ കോപത്തിനിരയായത്. അതുകൊണ്ട് യഹൂദികളുടെ പാതയിൽ ആരെല്ലാം ജീവിക്കുന്നുണ്ടോ, അതായത് സത്യം മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കിയ ഹക്കനുസരിച്ച് പ്രവർത്തിക്കാത്തവർ മുഴുവൻ ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന ആ അള്ളാഹുവിന്റെ കോപത്തിനിരയായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. വലദ്ദാലീൻ. വഴിപിഴച്ചു പോയവർ. വഹും അന്നസാറ. അവർ നസ്രാക്കളാണ്. വമൻ സലക മസ്ലകഹും. നസ്രാക്കളാണെന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. ആ നസ്രാക്കളുടെ പാതയെ ആരെല്ലാം പിന്തുടരുന്നുണ്ടോ അവരെല്ലാവരും വഴിപിഴച്ചവരാണ്, വലദ്ദാലീനിൽപ്പെട്ടവരാണ്. എന്നിട്ട് പറയാണ്, എന്താണ് നസ്രാക്കളുടെ പിഴവ്? മിമ്മൻ യഅ്ബുദുല്ലാഹ തബാറക വതആല ബിഗൈരി ബസീറത്തിൻ വലാ ഇൽമിൻ. അവർ അള്ളാഹുവിനെ ആരാധിച്ചു, പക്ഷേ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അവർ വേണ്ട പോലെ ഇൽമു നേടിയില്ല. അതുപോലെ തന്നെ അവർക്ക് ഉൾക്കാഴ്ചയുണ്ടായിരുന്നില്ല. മനസ്സിലാക്കാതെ അള്ളാഹുവിനെ അറിയാതെ അവർ എന്ത് ചെയ്തു? അള്ളാഹുവിനെ ആരാധിച്ചു, അല്ലെ? ശരിയായ രൂപത്തിലല്ല അവർ ഇബാദത്ത് ചെയ്തത്, അമല് ചെയ്തത്. അതുകൊണ്ടാണ് അവർ പിഴച്ചു പോകാൻ, വഴിതെറ്റിപ്പോകാനുള്ള കാരണം. അപ്പൊ യഹൂദിയുടെ പ്രത്യേകത എന്താ? യഥാർത്ഥ ഇൽമുണ്ട്, അമലില്ല. നസ്രാണിയുടെ പ്രത്യേകത എന്താ? അമലുണ്ട്, പക്ഷെ എന്തില്ല? ഇൽമില്ല. യഥാർത്ഥ ഇൽമില്ലാതെയാണ് നസ്രാണി എന്ത് ചെയ്തത്? അമല് ചെയ്തത്. അതുകൊണ്ടാണ് നസ്രാണി വഴച്ചു പോയത്. ഇതുപോലെ ശരിയായ ഇൽമില്ലാതെ അമല് ആരെല്ലാം ചെയ്യുന്നുണ്ടോ അവരെല്ലാവരും നസ്രാണി പിഴച്ചു പോയതുപോലെ എന്ത് ചെയ്യും? പിഴച്ചു പോകും എന്നതാണ്. വൽ മഖ്സൂദു. ഇതിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും നേരെ നമ്മൾ വിശദീകരിച്ചത് അത്തഹദീറു മിനൽ ഉലമാഇ യസ്സൂ. നമ്മുടെ കൂട്ടത്തിൽ ദുഷിച്ച പണ്ഡിതന്മാരുണ്ട്. എല്ലാ പണ്ഡിതന്മാരെയും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? പിന്നെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എല്ലാ ആലിമ്യങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റൂല? നമ്മൾ വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇത് പണ്ഡിതന്മാർ പിന്നെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന ആയത്തിന് വിശദീകരണം കൊടുക്കുകയാണ്. അത്തഹദീറു മിനൽ ഉലമാഇ യസ്സൂ. മോശമായ ദുഷിച്ച പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർക്കുള്ള മുന്നറിയിപ്പാണ് ഈ ആയത്ത്. വഉബ്ബാദു ളലാല. അതുപോലെ തന്നെ ഇബാദത്ത് ചെയ്യും, പക്ഷേ തെറ്റായ രൂപത്തിൽ, ശരിയല്ലാത്ത രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന ആയത്ത്. കമാ ഖാല സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ്. മഹാപണ്ഡിതനാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് ഹുവ അബു മുഹമ്മദ് സുഫിയാൻ ഇബ്നു ഉയൈന അൽ ഹിലാലിയു എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര്. അദ്ദേഹം ഹിജ്റ 107 ജനിച്ച് 198 മരിച്ച മഹാനായ പണ്ഡിതനാണ്. മിൻ അയിമ്മത്തിൽ ഇസ്ലാമിൽ കിബാരി ഫിൽ ഖർനി സാനി അൽ ഹിജ്റ.
ഹിജറ 2-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക മഹാപണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു സുഫിയാൻ ഇബ്നു ഉയൈന എന്ന പണ്ഡിതൻ. വകാന മുഹദ്ദിസ മക്കത്ത ഫി സമാനി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് പിന്നെ മക്കയിലെ അറിയപ്പെട്ട ഒരു മുഹദ്ദിസ് എന്ന് പറഞ്ഞാൽ ഹദീസ് പണ്ഡിതനായിരുന്നു സുഫിയാൻ ഇബ്നു ഉയൈന. വഅഖദ അൻഹു കിബാറുൽ ഉലമാഇ കൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. ഇമാം ഷാഫി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഗുരുനാഥനാണ് സുഫിയാൻ ഇബ്നു ഉയൈന അല്ലെ. അപ്പോ സുഫിയാൻ ഇബ്നു ഉയൈനയുടെ ശിഷ്യനായിരുന്നു ആര്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ലൗലാ മാലിക്കും വസുഫിയാൻ ഇബ്നു ഉയൈന ലദഹബ ഇൽമുൽ ഹിജാസ്. പിന്നെ ഇമാം മാലിക്കും സുഫിയാൻ ഇബ്നു ഉയൈനയും ഇല്ലായിരുന്നുവെങ്കിൽ ഹിജാസിൽ നിന്ന് ഇൽമെടുത്തു പോകുമായിരുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജാസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഹിജാസ് എന്ന് പറഞ്ഞാൽ അൽ മക്കത്തു വൽ മദീന, മക്കയും മദീനയുമാണ്. ഹിജാസ് എന്ന് പറഞ്ഞാൽ അൽ മക്കത്തു മദീന, മക്കത്തും മദീനത്തും ഇൽമ് കണ്ടിന്യൂ ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീന് തുടരാനുള്ള കാരണം എന്തായിരുന്നു? മഹാന്മാരായ പണ്ഡിതന്മാരായ ഇമാം മാലിക് റഹിമഹുല്ലയെ പോലെയുള്ള സുഫിയാൻ ഇബ്നു ഉയൈനയെ പോലെയുള്ള ആളുകളായിരുന്നു. അവർ അത്രത്തോളം മഹാപണ്ഡിതന്മാരും ദീനിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ചവരായിരുന്നു എന്നാണ് പിന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറയാണ്, ആര്? സുഫിയാൻ ഇബ്നു ഉയൈന ഇത്രയും വലിയ മഹാപണ്ഡിതൻ പറയാണ്, മൻ ഫസദ മിൻ ഉലമാഇന, നമ്മുടെ ഉലമാക്കളിൽപ്പെട്ട മോശപ്പെട്ട ആളുകൾ, ഫസാദ് ഉണ്ടാക്കുന്ന പണ്ഡിതന്മാർ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പണ്ഡിതന്മാർ, കാന ഫീഹി ശബഹും മിനൽ യഹൂദ്, അവരിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തീർച്ചയായിട്ടും യഹൂദികളിൽ ഒരു സാദൃശ്യം കാണണം. യഹൂദികളുടെ പ്രത്യേകത അങ്ങനെയായിരുന്നു. യഹൂദികൾ യഥാർത്ഥ ഇൽമ അവർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അതിനനുസരിച്ച് അമലുണ്ടായിരുന്നില്ല. ഇതുപോലെ കുറെ ആലിമീങ്ങളുണ്ട്, ദുഷിച്ച പണ്ഡിതന്മാർ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇൽമുണ്ട്, പക്ഷേ അവർക്ക് എന്തില്ല? ആ ഇൽമിനനുസരിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് തെറ്റായ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്നവരുണ്ട്. കാന ഫീഹി ശബഹും മിനൻ നസാറ, തീർച്ചയായിട്ടും അവർ നിങ്ങൾ എന്ത് ചെയ്യണം? നസറാക്കളിൽ ഒരു സാദൃശ്യം കാണണം. അവരെ നിങ്ങൾ നസറാക്കളെ കാണുന്നത് പോലെയാണ് കാണേണ്ടത്. നസറാക്കളുടെ പ്രത്യേകത എന്താ? അവരിൽ അമലുണ്ട്, ശരിയായ രൂപത്തിലല്ല ചെയ്യുന്നത്. കാരണം ശരിയായ രൂപത്തിൽ ചെയ്യാനുള്ള ഇൽമില്ല. ഇങ്ങനെ കുറെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നതാണ് പിന്നെ സുഫിയാൻ ഇബ്നു ഉയൈന പഠിപ്പിച്ചത്. അൽ യഹൂദു കാനൂ യഅരിഫൂനൽ ഹഖ, യഹൂദികൾ യഥാർത്ഥ ഹഖ് മനസ്സിലാക്കിയ, സത്യം മനസ്സിലാക്കിയ, ദീന് മനസ്സിലാക്കിയ ആളുകളാണ്. വലാകിൻ ലാ യഅലമൂന ബി, അവരെന്ത് ചെയ്തില്ല? ആ മനസ്സിലാക്കിയ ഹഖനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല. ബൽ യുഖ്ഫൂന, അതിനെ മറച്ചു വെച്ചു. ഇന്നതാണ് സത്യമെന്ന് അറിഞ്ഞിട്ടും അതിനെന്ത് ചെയ്തു? അവർ മറച്ചു വെച്ചു. വയുഹർരിഫൂനഹു ലിമസാലിഹിഹിം ദുനിയവിയ്യ, ദുനിയവിയായ സാമ്പത്തികമായ ലക്ഷ്യങ്ങളും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു? അവർ ആഗ്രഹിച്ചിട്ട് യഥാർത്ഥ ഹക്കിനെ അവർ മറച്ചു വെച്ചിട്ട് സത്യത്തെ അവർ അസത്യമാക്കി മാറ്റിമറിച്ചു എന്നതാണ് യഹൂദിയുടെ തെറ്റ്. എന്നിട്ട് ആളുകൾക്ക് എന്ത് ചെയ്തു? തെറ്റ് പഠിപ്പിച്ചു കൊടുത്തു. ഫമൻ കാന മിനൽ ഉലമായി, പിന്നെ യഅലമുൽ ഹഖ വയത്റുകുൽ അമല ബിഹി, നിങ്ങൾ കണ്ടാൽ ഫമൻ കാന മിൻ ഉലമ, ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരെ ഹഖ് മനസ്സിലാക്കിയിട്ട് അമൽ ഉപേക്ഷിക്കുന്നവരെ നിങ്ങൾ കണ്ടാൽ, ഔ യബീഉ ദീനഹു ബിദ്ദുനിയ, അവരിതെന്തിനാ ചെയ്യുന്നത്? ദുനിയവിയായ ലാഭങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്നവരാണ്. ഫഫീഹി ശബഹും മിനൽ യഹൂദ്, അവരിൽ എന്ത് ചെയ്യണം? നിങ്ങൾ യഹൂദികളുടെ സാദൃശ്യം കാണണമെന്നതാണ്. അന്നസാറ കാനു യഅബുദൂന അല്ലാഹ ബിഗൈരി ഇൽമിൻ വലാ ബസീറ, ഉൾക്കാഴ്ചയില്ലാതെ ഇൽമില്ലാതെ ഇബാദത്ത് ചെയ്തവരാണ് നസ്റാക്കൾ. ഫവല്ലു ഫി ഇബാദത്തിഹിം, അതുകൊണ്ട് എന്ത് ചെയ്തു? ഇൽമില്ലാത്തതിന്റെ പേരിൽ അവർ വഴിപിഴച്ചു പോയി. വൻഹറഫു അനി തൗഹീദ്, തൗഹീദിൽ നിന്ന് അവർ വിട്ടുപോയി. ഫമൻ കാന മിനൽ ഉബ്ബാദി യഅബുദുല്ലാഹ ബിഗൈരി ഇൽമിൻ, അതുകൊണ്ട് പിന്നെ ഇൽമില്ലാതെ അമൽ ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടാൽ ഫഫീഹി ശബഹും മിനൻ നസാറ, നസറാക്കളിൽ എന്ത് ചെയ്യണം? അവരിൽ ഒരു സാദൃശ്യം കാണണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ രക്ഷിതാക്കളെ, നമ്മൾ മനസ്സിലാക്കുക, അൽ ഇൽമു ബിലാ അമലിൻ, അമലില്ലാതെ ഇൽമു മാത്രമുള്ളവർ അവർ ആരാണ്? ദലാലുൽ യഹൂദ്, അവർ ജൂതന്മാരാണ്, പിന്നെ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരാണ്. അതുപോലെ തന്നെ അൽ ഇബാദത്തു ബിലാ ഇൽമിൻ, ഇൽമില്ലാതെ ഇബാദത്ത് ചെയ്യുന്നവർ അവർ നസ്റാക്കളാണ്, അവർ വഴിപിഴച്ചു പോയവരാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ,
വൽ ഇസ്ലാമുൽ ഹഖ് യജ്മഉ ബൈൻ. എന്നാൽ യഥാർത്ഥ ഇസ്ലാം, നമ്മൾ മുസ്ലിങ്ങളാണ്, ദീനുൽ ഇസ്ലാമിന്റെ ആൾക്കാരാണ് അല്ലെ, മുസ്ലിങ്ങളാണ്, നമ്മൾ പറയുന്നവരാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ എന്ത് വേണം? രണ്ടും ഉണ്ടാകണം. ഇൽമു ഉണ്ടാകണം, അമലും ഉണ്ടാകണം. അൽ ഇൽമു നാഫിഅ് വൽ അമലു സ്വാലിഹ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരാൾ എന്ത് ചെയ്യുള്ളൂ? പിന്നെ പിന്നെ മുസ്ലിം ആവുകയുള്ളൂ. നാഫിയായ ഇൽമു വേണം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, റബ്ബിസ്ദിനി ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, എനിക്ക് ഉപകാരപ്പെടുന്ന ഇൽമ നേടാനും ദുനിയവിലും പരലോകത്തിലും, അതുപോലെ തന്നെ ത്വയ്യിബായ ഭക്ഷണം കഴിക്കാൻ, ഹറാമായ ഭക്ഷണമല്ല, ത്വയ്യിബായ ഭക്ഷണം കഴിക്കാനും, അതുപോലെ തന്നെ നീ സ്വീകരിക്കുന്ന അമല് ചെയ്യാൻ, കുറെ അമല് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നീ സ്വീകരിക്കുന്ന അമല് ചെയ്യാനുള്ള തൗഫീഖ് അതെനിക്ക് നൽകണേ അല്ലാ എന്നെന്ത് ചെയ്യാം, നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഞാനിത് വിശദീകരിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ പലരും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് ചുരുങ്ങിയത് 17 തവണ നിസ്കാരത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിന്റെ ആശയവും വിശദീകരണം ഒന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഇത് പ്രാർത്ഥിക്കാറുള്ളത്. അതുകൊണ്ട് ശരിയായ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇൽമ നേടുന്നതിന് വളരെയധികം പ്രാധാന്യം, അതാണല്ലോ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇൽമിനും അമലിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആ ഇൽമാണ് നമ്മുടെ മദ്രസയിൽ നിന്ന് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അധ്യാപകർ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ആ പഠിച്ച ഇൽമ എന്ത് ചെയ്യുന്നു? മക്കൾക്ക് പകർന്നു കൊടുക്കുന്നു. മക്കൾ അത് മനസ്സിലാക്കുന്നു. മക്കൾ അവരുടെ പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നു. രക്ഷിതാക്കൾ വായിച്ചു നോക്കുന്നു. രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു. രക്ഷിതാക്കൾക്ക് അറിയാത്ത കാര്യങ്ങൾ മക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും ദീന് പഠിക്കാൻ, നിസ്കാരം പഠിക്കാൻ, അള്ളാഹുവിനെ പഠിക്കാൻ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കാൻ, ഈമാൻ കാര്യങ്ങൾ പഠിക്കാൻ, ഇസ്ലാം കാര്യങ്ങൾ പഠിക്കാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് മദ്രസ. അതുകൊണ്ട് മദ്രസ പഠനം നമ്മൾ വളരെയധികം നമ്മൾ താല്പര്യം കാണിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ 8 മണിയിലേക്ക് എന്ത് ചെയ്യണം? 8 മണിയിലേക്കും പിന്നെ നേരത്തെ 1-2 മണിക്കൂറൊക്കെ സ്കൂളുകളൊക്കെ ആരംഭിച്ചിട്ട് എന്ത് ചെയ്യണം? പിന്നെ മദ്രസ വിദ്യാഭ്യാസം തടയാനുള്ള പരിശ്രമത്തിലാണ് ഇന്ന് നമ്മുടെ നാട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ. അതിനുവേണ്ടി പിന്നെ ആ രൂപത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? തീരെ ദീനറിയാത്തൊരു സമൂഹം, നാളത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ദീനറിയാത്തവരായിരിക്കും അല്ലെ. കൃത്യമായ ഇസ്ലാമിക ജീവിതം അറിയാത്ത ഒരു വിഭാഗമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നാടുകളിൽ വളർന്നു വരുന്നത്. അതുകൊണ്ട് കൃത്യമായ ആ ഒരു ലക്ഷ്യം, നമ്മുടെ മക്കൾ അല്ലെ, അവരെ കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാകണം. എനിക്ക് നാളെ സ്വർഗത്തിൽ പോകണം, ആ സ്വർഗത്തിൽ എൻ്റെ കുട്ടി ഉണ്ടാകണം, എന്റെ കുടുംബം ഉണ്ടാകണം, എന്റെ മക്കളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നരകത്തിൽ പോകാൻ പാടില്ല എന്ന ആ ഒരു ബോധം ആദ്യം ഉണ്ടാകേണ്ടത് മാതാപിതാക്കൾക്കാണ്. ഇത് ഉണർത്താൻ വേണ്ടി മാത്രമാണ്. മദ്രസയുടെ വിഷയത്തിൽ നിങ്ങൾ ഒരു അലസത കാണിക്കരുത്. പലപ്പോഴും തോന്നിയതുപോലെ വരിക, പിന്നെ പഠിച്ച കാര്യങ്ങളൊന്നും മക്കളുടെ ജീവിതത്തിലില്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്ക് കൂടുതലാണ്, പ്രത്യേകിച്ച് നമ്മുടെ മദ്രസയിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആകെ ഒരു 2-3 മണിക്കൂർ സമയം മാത്രമാണ് അധ്യാപകർക്ക് നിങ്ങളുടെ മക്കളെ കിട്ടുന്നത്. ആ സമയത്ത് അവരെന്തൊക്കെ ചെയ്യും? പഠിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പഠിപ്പിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല, പരിമിതികളുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള സമയങ്ങളിൽ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, അത് പരീക്ഷയിൽ ജയിച്ച് മാർക്ക് വാങ്ങാനുള്ളത് മാത്രമല്ല, കുറെ സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ മാത്രമുള്ളതല്ല, ഫസ്റ്റും റാങ്കും വാങ്ങാൻ മാത്രമുള്ളതല്ല. അതൊക്കെ വേണം, അതൊക്കെ പ്രോത്സാഹിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിലപ്പുറം അവരുടെ ജീവിതം നന്നാകാൻ, അതിലൂടെ നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറാൻ, അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ, പരലോകത്ത് വിജയിക്കാൻ, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇൽമ നേടിക്കൊണ്ടിരിക്കുന്നത്, ഈ ദീന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 പണ്ഡിതന്മാരുടെ വാക്കുകൾ വായിച്ചുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ്, ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥത്തിൽ, കിതാബിൽ രേഖപ്പെടുത്തുകയാണ്, യംബഗി അൻ യുഅദ്ദബ അസ്സബിയ്യു അവ്വലൻ ബിഅദബിൽ ഇസ്ലാമി.
തീർച്ചയായിട്ടും ഒരു കുട്ടിയെ എന്ത് ചെയ്തിരിക്കണം, ആദ്യമായിട്ട് ഇസ്ലാമിക മര്യാദകൾ അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഇസ്ലാമിലെ മര്യാദകൾ ഒരുപാടുണ്ട് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ ഒരാളോട് എങ്ങനെ പെരുമാറണം അല്ലെ, അതുപോലെ തന്നെ ഒരാളെ നമ്മൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്നവനോട് അല്ലെ, ഒരു പ്രതിസന്ധി അനുഭവിക്കുമ്പോ ഒരു കാരുണ്യം കാണിക്കാൻ, വഴിയിൽ ഒരു പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ കൈ പിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അവിടെ ക്ഷമിക്കാൻ, നമ്മളെ വിളിച്ചവനെ അങ്ങോട്ട് തെറി വിളിക്കലല്ല, നമ്മളെ പിന്നെ വേദനിപ്പിച്ചവനെ അങ്ങോട്ട് നമ്മൾ അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് വേദനിപ്പിക്കലല്ല. അതല്ല ഇസ്ലാം. അവിടെയെല്ലാം ക്ഷമ, കരുണ, അതുപോലെ തന്നെ വിനയം അല്ലെ, അഹങ്കരിക്കരുത്. എത്ര നമ്മുടെ ജീവിതത്തിൽ സൗകര്യങ്ങൾ ഉണ്ടായാലും സമ്പത്ത് ഉണ്ടായാലും, എത്ര വലിയ കൊട്ടാരങ്ങളിലാണെങ്കിലും, എത്ര വലിയ ആഡംബര വാഹനങ്ങൾ നമുക്കുണ്ടായാലും, നീ അഹങ്കാരത്തോടു കൂടി എന്ത് ചെയ്യരുത്, നടക്കരുത്. നിന്റെ ജീവിതത്തിൽ പിന്നെ വിനയം ഉണ്ടാകണം, ദാനശീലത ഉണ്ടാകണം. അല്ലാതെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം, പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തരുമുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ വളർത്തണം. ഖുർആൻ മനഃപ്പാടമാക്കണം. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആൻ അവരെ ഹിഫ്ളാക്കുക എന്നുള്ളതാണ്. നമ്മുടെ മദ്രസകളിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അധ്യാപകരോട് ഞാൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തു നാസ് മുതൽ അവരെന്ത് ചെയ്യാം, ഹിഫ്ളാക്കിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക അവരെ. സൂറത്തു നാസ് മുതൽ പിന്നെ അവർ മദ്രസയിൽ നിന്ന് പോകുമ്പോഴേക്കും പിന്നെ 5ഓ 10ഓ അതല്ലെങ്കിൽ ഹാഫിളായി പോകുന്ന സംവിധാനത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മദ്രസകളെ കൊണ്ടുവരണം. അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനം പിന്നെ അധ്യാപകരിൽ നിന്ന് വരുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രഹസ്യമായിട്ട് രക്ഷിതാക്കൾ എന്നെ ബോധ്യപ്പെടുത്തണം. അത് ഖുർആൻ ഹൃദയത്തിലില്ലാത്തവൻ ശൂന്യമായ കുറെ കാലം അടച്ചിട്ടൊരു വീട് നമ്മൾ മാറാല പിടിച്ച് പറമ്പിലൊക്കെ പുല്ല് പൊന്തി ഒരു പ്രേതാലയം പോലെ പിന്നെ സമാധാനത്തോടെ നമുക്ക് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. പിന്നെ ഒരാളും പാർക്കാൻ വരില്ല അല്ലെ. അത് ഒരു അടച്ചിട്ട വീട്, ഒരു ശൂന്യതയാണ് അല്ലെ. അതുപോലെയാണ് ഖുർആൻ ഇല്ലാത്തവന്റെ ഹൃദയം എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനെ പിശാച് പെട്ടെന്ന് റാഞ്ചും, അവൻ വഴികേടിലേക്ക് പോകും. അതുകൊണ്ട് ഉമ്മമാരെ, ഖുർആൻ അവരെ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി കുറച്ചീശ എന്ത് ചെയ്യണം, അവരെ ഖുർആൻ പഠിപ്പിക്കണം. ഇമാം ഖസാലി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പഠിപ്പിക്കണം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഓരോ സുന്നത്തുകൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലെ, ഉറങ്ങാൻ പോകുമ്പോൾ, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരുപാട് സുന്നത്തുകളുണ്ട്. ഇതൊക്കെ മദ്രസകളിൽ നിന്ന് അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വിഷയത്തിൽ എന്ത് ചെയ്യുന്നില്ല, മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ നമ്മൾ പഠിപ്പിച്ചു വിട്ടാൽ മാത്രം പോരാ. അതൊക്കെ അവരുടെ നിങ്ങൾ പാഠപുസ്തകങ്ങൾ വായിക്കണം. അവരുടെ വിശ്വാസ പുസ്തകങ്ങൾ, അവരുടെ കർമ്മ പുസ്തകങ്ങൾ, അവരുടെ സ്വഭാവ പുസ്തകങ്ങൾ, ഇതൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊടുക്കേണ്ട ബാധ്യത ഉമ്മമാർക്കും പാപ്പന്മാർക്കും കൂടെ ഉണ്ട്. വെറും ആഴ്ചയിൽ 2 ദിവസം മാത്രം കിട്ടുന്ന ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല അല്ലെ. പലപ്പോഴും ഞാൻ പറയാറുണ്ട് മുടിയുടെ വിഷയങ്ങളൊക്കെ അല്ലെ, ഒരു ഭാഗത്ത് മാത്രം നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് എലി കാറിയ പോലെ കാറി വെക്കുക. അതൊന്നും ഇസ്ലാമല്ല, അതൊന്നും ഇസ്ലാമിക ചിട്ടയല്ല, ഇസ്ലാമിക രീതിയല്ല. അതൊക്കെ ജൂതരിൽ നിന്ന് വന്നതാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഇൽമുണ്ട് അമലില്ല, അള്ളാഹുവിന്റെ കോപത്തിനിരയായവനാണ് ജൂതി. ആ ജൂത സ്വഭാവമാണ് നമ്മുടെ മക്കളിൽ പലരും മുടി പിന്നെ ക്രോപ്പ് ചെയ്യുന്ന സാഹചര്യം. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇതൊക്കെ ഞാൻ പറയുമ്പോ ഇതൊക്കെ ഇതെന്ത് പ്രാകൃത നിയമങ്ങളാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും. അല്ല, ഇതൊന്നും പ്രാകൃത നിയമങ്ങളല്ല. ഇതൊക്കെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലൊരു സമൂഹം, നല്ലൊരു കുടുംബം ഉണ്ടായെടുക്കാൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുക, അമ്പിയാക്കന്മാരുടെ കഥകൾ പഠിപ്പിച്ചു കൊടുക്കുക, ചരിത്രം നമ്മുടെ മദ്രസയിലുണ്ട്. അതൊക്കെ ഒന്ന് ഉമ്മമാരും അപ്പന്മാരും ഒന്ന് വായിക്കുക. എന്നിട്ട് മക്കൾക്ക് എന്ത് ചെയ്യുക, ഒന്നും കൂടെ വിശദീകരിച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിലുണ്ടോ എന്ന് എന്ത് ചെയ്യുക, പരിശോധിക്കുക. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ്. യംബഗി ലിത്താലിബി അൻ യതതഹറ
തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥിക്ക്, ദീന് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് എന്തുണ്ടാകണം? ശുദ്ധി ഉണ്ടാകണം എന്നുള്ളതാണ്. എത്ര മക്കളാ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? മദ്രസയിലേക്ക് വരുമ്പോ കുളിപ്പിച്ചു വിടുന്ന മക്കൾ എത്ര ഉണ്ട്? നിങ്ങൾ കുളിപ്പിച്ച് അല്ലെങ്കിൽ കുളിക്കാൻ പറഞ്ഞ് കുളിച്ചു വരുന്ന മക്കൾ എത്ര ആൾക്കാരുണ്ട്? നല്ല വസ്ത്രം ധരിച്ചിട്ട് പലപ്പോഴും പിന്നെ കളിക്കാൻ പോകുന്ന, അതല്ലെങ്കിൽ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ, അതല്ലെങ്കിൽ ഉറങ്ങുമ്പോ ധരിക്കുന്ന അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യില്ല? നമുക്കൊരു ഇഖ്ലാസ് കിട്ടുകയില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ നല്ല വസ്ത്രം, പെർഫെക്റ്റ് വസ്ത്രം ധരിക്കണം. അത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതാ. ശുദ്ധി നഖത്തിന്റെ വിഷയത്തിൽ, മുടിയുടെ വിഷയത്തിൽ, അങ്ങനെയെല്ലാം ഒരു 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 തഹൂറുള്ള ഒരു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യണം? അവന്റെ ശരീരത്തിൽ എല്ലാവിധ അഴുക്കുകളിൽ നിന്നും ശുദ്ധമായി, നല്ല ഒരു ശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കണം അവൻ പഠിക്കാൻ വരേണ്ടത് എന്നതാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വയൽബസ അഹ്സന സിയാബി, നല്ല വസ്ത്രം ധരിക്കണം. വയതഅദ്ദബ മഅ ശൈഖി, അതുപോലെ തന്നെ മദ്രസയിൽ വരുമ്പോൾ അവിടെയുള്ള അധ്യാപകരോട് എന്ത് ചെയ്യണം? നല്ല മര്യാദയോടെ പെരുമാറണം. നല്ല മര്യാദയോടെ പെരുമാറണം, അല്ലെ? ചിലപ്പോ നല്ല പ്രായമുണ്ടാകാം, നമുക്ക് ഇൽമ് നേടുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രായമുണ്ടാകാം, പിന്നെ പ്രായപൂർത്തിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാകാം. പക്ഷേ മദ്രസയിൽ നിന്ന് പലപ്പോഴും എനിക്ക് പരാതി കിട്ടാറുണ്ട്. ഇതൊക്കെ കാരണമാണ് ഞാൻ ഇന്ന് വിളിച്ചു കൂട്ടിയത്. പിന്നെ ആ കുട്ടി പിന്നെ എല്ലാ കുട്ടികളും കേട്ടോ, ചില കുട്ടികൾ അവരെന്ത് ചെയ്യില്ല, ടീച്ചർമാർ പറഞ്ഞാൽ അനുസരിക്കുകയില്ല, ടീച്ചർമാരോട് തട്ടുത്തരം പറയും, അല്ലെ? ടീച്ചർമാരോട് പിന്നെ മോശമായിട്ട് സംസാരിക്കും. എങ്ങനെ ആ കുട്ടിക്ക് ദീന് കിട്ടും? എങ്ങനെ ആ കുട്ടി ഇസ്ലാമിക മര്യാദ പഠിക്കും? നിങ്ങളൊന്ന് പറയും. എങ്ങനെ ദീന് പഠിപ്പിക്കുന്ന ഒരാളോട് മര്യാദയില്ല എങ്കിൽ എങ്ങനെയാണ് ദീന് കിട്ടുക? ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയാ, ഒരു വിദ്യാർത്ഥി മദ്രസയിലേക്ക് പോകുമ്പോൾ എന്ത് വേണം? ശുദ്ധിയായി പോകണം, നല്ല വസ്ത്രം ധരിക്കണം. അതുപോലെ തന്നെ അവിടെ ഇൽമ നൽകുന്ന അധ്യാപകരോട് എന്ത് ചെയ്യണം? വയതഅദ്ദബ, മര്യാദയോടുകൂടി പെരുമാറണം. ഇത് ഉമ്മയും അപ്പയും പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ പോയി കഴിഞ്ഞാല് അവരോട് മാഞ്ഞിട്ട് സംസാരിക്കണം. ഒരു ഖൗലൻ ലയ്യിന, ഖൗലൻ സദീദ, ഖൗലൻ കരീമ. എത്ര സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞെന്നറിയോ? മാന്യമായിട്ട് സംസാരിക്കടോ, നല്ലത് പറയടോ, ലോലമായിട്ട് പറയടോ, ആരോടും തർക്കിക്കലടോ, കോപിക്കലടോ, ദേഷ്യപ്പെടലടോ. അള്ളാന്റെ വർത്താനം അത്, അല്ലെ? പക്ഷെ നമ്മുടെ ജീവിതത്തിലില്ല. ഇതെന്താ, എവിടുന്ന കുട്ടികൾക്ക് കിട്ടുന്നത്? ഇതൊക്കെ ഈ മര്യാദകേടുകളൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന വീട്ടിൽ നിന്നാണ്, അല്ലെ? ഉമ്മയിൽ നിന്നാണ്, വാപ്പയിൽ നിന്നാണ്. ഞാൻ കുറ്റപ്പെടുത്താന്ന് പറയുന്നില്ല, കുറ്റപ്പെടുത്താൻ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. നമ്മളുടെ കൾച്ചറാണ് നമ്മുടെ മക്കൾക്ക് കിട്ടുക. അതുകൊണ്ട് നല്ലൊരു കൾച്ചർ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഈ മാസാവസാനം പിന്നെ ഞായറാഴ്ച, അവസാനത്തെ ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് 9:30 നമ്മുടെ പിന്നെ ഒരു 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 കുടുംബ സദസ്സ് നമ്മുടെ മദ്രസയിൽ പെരിങ്ങോട്ടുകരയിൽ ഒരുക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യണം? ആദരപൂർവ്വം ഈ സമയത്ത് ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം നല്ലൊരു കുടുംബം ആവശ്യമാണ്, നല്ലൊരു കുടുംബം നിർബന്ധമാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവരും അത് കേൾക്കാനും പഠിക്കാനും ഒക്കെ നിർബന്ധമായിട്ടും വരണമെന്ന് പിന്നെ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. അപ്പോ നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ നല്ല മര്യാദ പഠിപ്പിക്കണം. ആദ്യം നമ്മുടെ ജീവിതത്തിൽ നല്ല മര്യാദ ഉണ്ടാകണം. അപ്പൊ മക്കളോട് പറയാ, മദ്രസയിൽ പോകുമ്പോ അധ്യാപകരോടൊക്കെ എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ പെരുമാറണം. മഹാനായ ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ പറയുകയാണ്, തർബിയത്തു സിബിയാൻ ബിൽ ആദാബി ശർഇയ്യ അസലും ഫീ സലാഹിഹിം വനജാഹിഹിം. ഒരു കുട്ടി അവൻ വിജയിക്കണമെങ്കിൽ, നല്ല സൽസ്വഭാവിയാകണമെങ്കിൽ, സാലിഹായ ഒരു കുട്ടിയാകണമെങ്കിൽ അവന്റെ സ്വഭാവം മര്യാദയുള്ള സ്വഭാവമായിരിക്കണം. വലിയവരെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ ചെറിയവരെ എന്ത് ചെയ്യണം? ചെറിയവരോട് കരുണയോടെ പെരുമാറണം. അഹങ്കരിക്കരുത്. ചെറിയവരുടെ മുമ്പിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. വയർഹമു സഗീറന, കുട്ടികളോട് എന്ത് ചെയ്യണം? അത് പിന്നെ കാരുണ്യത്തോടെ പെരുമാറണം. മുതിർന്നവരോട് എന്ത് ചെയ്യണം? ബഹുമാനത്തോടു കൂടി പെരുമാറണം. അതുപോലെ തന്നെ വയഅരിഫു ലിആലിമന ഹഖ്ഖ, പണ്ഡിതന്മാർ എന്ത് ചെയ്യണം? പിന്നെ പണ്ഡിതന്മാരുടെ അവകാശം അംഗീകരിക്കണം. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ വളരെ കൃത്യമായിട്ട് പിന്നെ ഇബ്നു ഖൽദൂൻ അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇത്തരം മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടുമ്പോ പിന്നെ കുറച്ചു നേരം, അതായത് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പൊ സ്കൂളൊന്നും ഇല്ല, കുറച്ചു നേരം അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു സുഖമായി, ഒരു സമാധാനമായി, അല്ലെ? അവിടെ പോട്ടെ, എങ്ങനെയെങ്കിലും ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞയക്കാതെ നല്ലൊരു മനസ്സ്, എന്റെ കുട്ടി നന്നാകണം, എന്റെ കുട്ടിക്ക് ദീന് കിട്ടണം, ആ ബോധം ഉണ്ടാവണം. ആ ബോധം ഉണ്ടെങ്കിലേ പഠിച്ച കാര്യങ്ങൾ
കുട്ടി ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് ഓരോ ഉമ്മയും വാപ്പയും പരിശോധിക്കുള്ളൂ, അല്ലെ? എല്ലാത്തും പരിശോധിക്കൂല. എല്ലാത്തവർ തന്നെ എന്ത് ചെയ്യുള്ളൂ, തോന്നിയതുപോലെ മക്കളെ വളർത്തും. അവർക്ക് ദീനൊന്നും വേണ്ട, അവർക്ക് അള്ളാഹു ഒന്നും വേണ്ട, അവർക്ക് റസൂലൊന്നും വേണ്ട. അത്തരം ആളുകളാണ് വെറുതെ പിന്നെന്ത് ചെയ്യും, ഒരു നേരം പോക്കിന് വേണ്ടി മദ്രസയിലേക്ക് ഇങ്ങനെ വിടും. അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ മദ്രസയ്ക്ക് വിട്ടില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കൂലേ, എന്താ കുട്ടി മദ്രസയിൽ, അതൊക്കെ പേടിച്ചിട്ട് മദ്രസയിലേക്ക് വിടുക. അതൊക്കെ മാറിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ പിന്നെ യഹൂദിയുടെ പാതയിലല്ല നമ്മൾ ഉണ്ടാകേണ്ടത്, നസറാണിയുടെ പാതയിലല്ല നമ്മൾ ഉണ്ടാകേണ്ടത്. ഇൽമ നേടി അമൽ ചെയ്ത് വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ഇൽമ നേടാൻ മദ്രസയിലേക്ക് വരുമ്പോൾ ഇത്തരം മര്യാദകളൊക്കെ പാലിച്ച് നല്ല പിന്നെ ഒരു കുട്ടിയായി വന്നിരുന്ന് അതബോടെ, നിങ്ങൾക്ക് കേൾക്കണോ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. സഹാബത്തിന് എന്ത് ചെയ്യാണ്, സഹാബത്തിന് പിന്നെ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ്. റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വന്നിട്ട് കാൽമുട്ടിനോട് ചേർത്തി വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ, ലോകാവസാനം എപ്പോഴാണ്, അതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് കേൾക്കുമ്പോൾ നീ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങിപ്പോകുമ്പോൾ ആ ഒരു ഇൽമിന്റെ സദസ്സൊക്കെ നമ്മൾ ആലോചിക്കുക. ഒരു ചെറിയ പക്ഷി തോളിൽ വന്നിരുന്നാൽ നമ്മൾ അനങ്ങാത്തതുപോലെ അത് പറന്നു പോകുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അനങ്ങൂല. അതുപോലെയാണ് മുത്തുനബിയുടെ മുമ്പിൽ